CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും, ജാഗ്രത തുടരണമെന്ന് മുന്നറിയിപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നൊരുക്ക യോഗങ്ങൾ ചേർന്നു. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് AC മൊയ്തീന്റെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. 2 പേർക്ക് പരിക്ക്, 6 പേർ അറസ്റ്റിൽ. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ഗോപികണ്ണൻ ചെരിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ 4:10 ദേവസ്വം ആനത്താവളത്തിലായിരുന്നു അന്ത്യം. അക്കിക്കാവ് കീച്ചേരി ബൈപ്പാസ് റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. കാർ യാത്രക്കാരായ 5 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. ശക്തമായ മഴയിൽ തയ്യൂരിൽ വീട് തകർന്നു. ഏലാട്ടുപീടികയിൽ സുലൈമാന്റെ ഭാര്യ അമീലയുടെ വീടാണ് തകർന്നത്. പുന്നിയൂർ പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സംവാദമാണ് മുൻ പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നിലവിലെ ഭരണസമിതി സന്നദ്ധമാണെന്ന് NK അക്ബർ MLA. പഞ്ചായത്ത് 9ാം വാർഡ് കുടിവെള്ള പദ്ധതി സമർപ്പണ ചടങ്ങ് UDF മെമ്പർമാർ ബഹിഷ്കരിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു MLA. ശുചിമുറി നിർമ്മാണത്തിന് അനുവദിച്ച തുക നൽകാതെ ഗുണഭോക്താക്കളെ കുന്നംകുളം നഗരസഭ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി ചാവക്കാട് താലൂക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ഗുരുവായൂർ സ്വദേശി വിനീത് മാടാഴിയുടെ ആദ്യ കഥാസമാഹാരം നിലാവിന്റെ കൈപിടിച്ച് പ്രകാശനം ചെയ്തു. ഇന്ത്യയിലെ തൊഴിലാളി വർഗ സംഘടനയായ CITU രൂപീകരണത്തിന്റെ 55ാം വാർഷികം ആചരിച്ചു. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് ദി ഗോഡ് ഓഫ് സൈലൻസിന്. വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ഗുരുവായൂർ നഗരസഭാ തല ഉദ്ഘാടനം ഗുരുവായൂർ GUP സ്കൂളിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് നിർവഹിച്ചു. വേലൂർ KSU മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 68ാം സ്ഥാപക ദിനം ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ എരുമപ്പെട്ടി ചെറുവത്തൂർ ഷാജൻ JC ദമ്പതികളുടെ മകൾ അഡ്വക്കേറ്റ് ജൂലിയ ഷാജിനെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡല കമ്മിറ്റി ആദരിച്ചു. ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകനായിരുന്ന സുരേഷ് വാര്യരുടെ 4ാം ചരമവാർഷിക ദിനം ഗുരുവായൂർ പ്രസ് ഫോറം ആചരിച്ചു. ED കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട ആലത്തൂർ MP രാധാകൃഷ്ണനും കുന്നംകുളം MLA AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പന്തംകുളത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ക്യാപ്റ്റൻ ലക്ഷ്മി ഷീ സ്റ്റേ ഹോമിന്റെ ഉദ്ഘാടനം ജൂൺ 6 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരകർഷകർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ലൈബ്രറി കൌൺസിലിന്റെ വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ നടന്നു. കേരകൃഷി സംരക്ഷണത്തിന് ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടപ്പുറം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടപ്പുറം പഞ്ചായത്ത് കൃഷിഭവന് മുന്നിൽ കൂട്ടധർണ നടത്തി. കാൽവറി പ്രെയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സുവിശേഷ യോഗം ജൂൺ 1 ഞായറാഴ്ച നടക്കും. കുന്നംകുളം മാർത്താറ്റ് സ്മൃതിപഥം ഡിമെൻഷ്യ സെന്റർ സൗജന്യ മറവി രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. 10-12 ക്ലാസുകളിലെ പരീക്ഷകളിലും മജ്ലിസ് പൊതുപരീക്ഷകളിലും വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. SDPI ചൊവ്വന്നൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച കുന്നംകുളം ചെമ്മണ്ണൂർ മനൂസ് ഓഡിറ്റോറിയത്തിൽ രമേഷ് കുമാർ നിർവഹിക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.